നോക്കാം വാർത്തകളിലേക്ക് വിശദമായി. ചാൻസലർ പദവി ഒഴിയാമെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ ഗവർണർ. തന്നെ മുൻനിർത്തി നിയമനങ്ങൾ നടത്തേണ്ട എന്നും ഗവർണർ ആവർത്തിച്ചു. ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റി ഓർഡിനൻസ് ഇറക്കിയാൽ ഉടൻ ഒപ്പിടാം. മുഖ്യമന്ത്രിയെ ചാൻസലറാക്കുകയാണ് പരിഹാരം. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകില്ല എന്ന് ബോധ്യപ്പെടുത്തിയാൽ നിലപാട് മാറ്റാമെന്നും ഗവർണർ പറഞ്ഞു. I am not interested. I am not asking for any power. The reason I don't want to continue as Chancellor is I don't want to have confrontation with my own government. What is the resolution? Let Chief Minister take over as Chancellor. But Chancellor is not my constitutional duty. Chancellor is a responsibility which has been given to me by the Act of the Assembly. The Kerala government, Chief Minister, they have the power to amend the Act. And I have already said, Assembly is not in session. You can bring an ordinance, I will sign it immediately. I am watching with great pain last 2.5 years. Anybody is appointed in the university, we want Vice Chancellor who can do our bidding. If you want to do this, do it yourself. Don't use me to do these things. വിവരങ്ങളുമായി KP അഭിലാഷ് ചേർന്നു. അഭിലാഷ്, ഇന്നലത്തെ നിലപാട് തന്നെ ആവർത്തിക്കുന്നു. തന്റെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല. പക്ഷേ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് നൽകിയാൽ തന്റെ നിലപാട് മാറ്റാമെന്നും ഗവർണർ പറയുമ്പോൾ അനുനയത്തിനുള്ള ഒരു സാധ്യത കൂടി അദ്ദേഹം തുറന്നിടുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപർണ, അനുനയ സാധ്യത തുറന്നിടുന്നതിനോടൊപ്പം തന്നെ സർക്കാരുമായി ഒരു തരത്തിലും ഏറ്റുമുട്ടലിനില്ല എന്നുകൂടിയാണ് ഗവർണർ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം ഇന്നലെയും അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ചില ഫയലുകളിൽ, നിയമനവുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ ഒപ്പുവെച്ചത് തന്നെ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ടതില്ല എന്ന് കരുതിയാണ്. പക്ഷേ തന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് ചെയ്തത്. ഇപ്പോഴും അതിൽ ധാർമ്മികമായ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നു. സർവകലാശാലകളിൽ രാഷ്ട്രീയ നിയമനങ്ങൾ അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. സർവകലാശാലകളുടെ നിലവാര തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം എന്നത് ഇത്തരം രാഷ്ട്രീയ നിയമനങ്ങളാണ് എന്ന് ഇന്നും അദ്ദേഹം ആവർത്തിച്ചു. അതോടൊപ്പം തന്നെ ചാൻസലർ പദവി ഭരണഘടനാ പദവി അല്ലാത്തത് കൊണ്ട് തന്നെ ഓർഡിനൻസ് ഇറക്കി മുഖ്യമന്ത്രിക്ക് ആ പദവി ഏറ്റെടുക്കാം. താൻ ആ പദവി മുഖ്യമന്ത്രിക്ക് നൽകുന്നത് സംബന്ധിച്ച ഓർഡിനൻസിൽ എത്രയും പെട്ടെന്ന് ഒപ്പുവെക്കാൻ തയ്യാറാണ്. അതിന് കാരണവും തന്റെ കൈകൾ കെട്ടിയിടുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ചാൻസലർ പദവിയിൽ ഇരിക്കുകയാണ് എങ്കിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിലൂടെ മുന്നോട്ട് പോവുക എന്നത് സർവകലാശാലയ്ക്ക് സാധിക്കില്ല. സർവകലാശാല പ്രവർത്തനങ്ങൾക്കുള്ള പണം ഉൾപ്പെടെ കണ്ടെത്തുന്നത് സർക്കാരിൽ നിന്നാണ്. അതുകൊണ്ട് താൻ ഇങ്ങനെ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിൽ ആ പദവിയെ തുടരുക എന്നത് യോജിക്കുന്ന ഒന്നല്ല. അതേസമയം ഇത്തരം നിയമനങ്ങളോട് തനിക്ക് യോജിക്കാനുമാവില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പരിഹാരം എന്നത് മുഖ്യമന്ത്രി തന്നെ ചാൻസലർ ആവുക എന്നുള്ളതാണ്. അതേസമയം രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടാകില്ല എങ്കിൽ തീർച്ചയായും ആ പദവിയെ തുടരാൻ ഒരുക്കമാണ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. ഒപ്പം രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എങ്കിൽ ഇത്തരം ഒരു പ്രതിസന്ധി പോലും സൃഷ്ടിക്കപ്പെടുന്നില്ല. കാര്യങ്ങൾ എല്ലാം ശരിയായ നിലയിൽ മുന്നോട്ട് പോകുമായിരുന്നു എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അഭിലാഷ്, ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായും ഗവർണർ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളും ഉണ്ടാകും. തിരികെ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സർക്കാരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, അതിനുള്ള ഒരു സാധ്യത, ആ രീതിയിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? ഗവർണർ അത്തരത്തിലൊന്നും പ്രതികരിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ ഗവർണറോട് സംസാരിക്കുമ്പോൾ താൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നായിരുന്നു അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത്. ഇനി ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിലില്ല, ഒരു വിവാദത്തിനില്ല, സർക്കാരുമായി ഏറ്റുമുട്ടാനില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു നിലപാട് ആവർത്തിച്ചത്. ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായി മറ്റു വിഷയങ്ങളിലൊന്നും അദ്ദേഹം ആശയക്കുഴപ്പം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും സർക്കാരിന് ഗവർണറുമായുള്ള ഒരു ചർച്ച സാധ്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് സാധ്യതയുമുണ്ട്. പക്ഷെ അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു ഉറപ്പ് എന്നത് രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്.
അങ്ങനെ സർക്കാർ ഒരു ഉറപ്പ് നൽകുകയാണെങ്കിൽ തീർച്ചയായും പദവിയിൽ തുടരാനും ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാനും അദ്ദേഹം ഒരുക്കമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റൈറ്റ്. KP അഭിലാഷ്, ഏതായാലും തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് ഗവർണർ ആവർത്തിക്കുന്നു. അതേസമയം രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ തന്റെ നിലപാടിൽ മാറ്റം വരുത്താമെന്ന് പറയുന്നതിലൂടെ താൻ സംസ്ഥാന സർക്കാരുമായി ഒരു യുദ്ധത്തിനില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംഘർഷത്തിനില്ല എന്നുള്ള ഒരു നിലപാട് കൂടി ഗവർണർ വ്യക്തമാക്കിയിരിക്കുകയാണ്. KP അഭിലാഷ് വിവരങ്ങൾ നൽകി. CPMന്റെയും മുഖ്യമന്ത്രിയുടെയും ഇടപെടൽ മൂലം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലവാര തകർച്ചയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ആരോപണം. മുഖ്യമന്ത്രിയുടെ PS-ന്റെ ഭാര്യയ്ക്കും സ്പീക്കറുടെ ഭാര്യയ്ക്കുമെല്ലാം വേണ്ടി അനധികൃത നിയമനങ്ങൾ നടത്തുകയാണ്. ഗവർണർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് മറുപടി ഇല്ലാത്തതിനാലാണ്. കഴിഞ്ഞ 6 വർഷത്തെ VC, പ്രോ VC അടക്കമുള്ള എല്ലാ നിയമനങ്ങളും അന്വേഷിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സർവകലാശാലയിലെ രാഷ്ട്രീയ അതിപ്രസരത്തെക്കുറിച്ചും രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ചും പാർട്ടി നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങളെ സംബന്ധിച്ചും ബന്ധു നിയമനങ്ങളെ സംബന്ധിച്ചുമെല്ലാമുള്ള അക്കമിട്ടുള്ള വിമർശനമാണ് ഗവർണർ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹത ഇല്ല എന്നുള്ളത് തന്നെയാണ് ഗവർണറുടെ ഓരോ പരാമർശവും വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയുമായി ഞാൻ ഏറ്റുമുട്ടാനില്ല, ചാൻസലർ പദവി മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സാമാന്യ വിവേകമുള്ള ഏതൊരാൾക്കും മനസ്സിലാകും ഗവർണറുടെ പരിഹാസത്തിന് 1000 വെടിയുണ്ടയുടെ ശക്തിയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പിന്തുണച്ച് കാലിക്കറ്റ് സർവകലാശാല മുൻ VC ഡോക്ടർ M. അബ്ദുൾ സലാം. സർവകലാശാലകളിൽ നടക്കുന്നത് നിയമവിധേയമല്ലാത്ത നിയമനങ്ങളും പ്രവർത്തനങ്ങളുമാണ്. സർവകലാശാലകളിലെല്ലാം രാഷ്ട്രീയ നോമിനികളെ കുത്തിനിറച്ചിരിക്കുകയാണെന്നും വേണ്ടത്ര യോഗ്യതയുള്ളവർ കുറവാണെന്നും അബ്ദുൾ സലാം പറഞ്ഞു. ബ്രെയിൻസിനെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ +2 കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ സ്പെഷ്യലൈസേഷന് പോകുന്ന നമ്മുടെ ബ്രെയിനി ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് are in great distress, disarray and malfunction. അതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷനാണ് നമ്മൾ കണ്ടത്. അവിടെ നടക്കുന്ന ഇല്ലീഗലായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആയാലും ഫങ്ഷൻ ആയാലും സ്റ്റുഡൻറ്റ് അൺട്രസ്റ്റ് ആയാലും അതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ് നമ്മൾ അടുത്ത ദിവസം കണ്ട റോ ബിറ്റ്വീൻ ദ ചാൻസലർ ആൻഡ് ദ ചീഫ് മിനിസ്റ്റർ. അത് മാത്രമല്ല, നമ്മൾ സസൂക്ഷ്മം നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റികളെല്ലാം ഓവർലോഡ് ചെയ്തിരിക്കുന്നു. ഓവർലോഡഡ് ബൈ പൊളിറ്റിക്കൽ നോമിനീസ് വിത്ത് ലെസ് അക്കാഡമിക് നോമിനീസ്. ഇത് പല പ്രാവശ്യം നമ്മൾ പറയുന്നതാണ്. പൊളിറ്റിക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിൽ. കേരള മന്ത്രിസഭയെക്കുറിച്ച് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2-3 ദിവസമായി അദ്ദേഹം അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും അദ്ദേഹം പുറത്തു പറഞ്ഞു. അദ്ദേഹം വളരെ ഗൗരവമായി പറയുന്നു, സർവകലാശാലകളുടെ അധിപൻ ചാൻസലർ എന്ന സ്ഥാനം ഞാൻ ഒഴിഞ്ഞത് മുഖ്യമന്ത്രിക്ക് കൊടുക്കാമെന്ന്. ഇത്രയും വികാരഭരിതനായി ഒരു ഭരണകൂടത്തിൻ്റെ തലവൻ പറയുമ്പോൾ നമ്മൾ നിസ്സാരമായി കണ്ടുകൂടാ. കേരളം അഭിമുഖീകരിക്കുന്നത് വലിയ ഭരണഘടനാ പ്രതിസന്ധിയാണ്. ഇവിടെ ഗവർണറാണോ മുഖ്യമന്ത്രിയാണോ എന്നതല്ല പ്രശ്നം. ഇത്രയും ജനാധിപത്യത്തിന് തന്നെ വലിയ ആഘാതം വന്നിരിക്കുകയാണ്. ഇത്തരം ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ, ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ അപൂർവമായിരിക്കും. അപ്പോൾ ഈ ഗൗരവമായ സ്ഥിതിവിശേഷത്തിലേക്ക് നയിച്ചതെന്താ? കേരളം ഭരിക്കുന്ന ആളുകളുടെ, കേരള ഗവൺമെൻറ്റിൻ്റെ അനിയന്ത്രിതമായ ഭരണകാര്യങ്ങളിലുള്ള ഇടപെടലാണ്, വിവേചനപൂർവമായ ഇടപെടലാണ്. ഇപ്പോൾ തന്നെ കണ്ണൂർ VCയുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഗവർണറുമായി അഭിപ്രായ വ്യത്യാസം ആരംഭിക്കുന്നത്. എന്താണ് ഈ VCയെ വീണ്ടും നിയമിക്കാൻ മുഖ്യമന്ത്രിയെ ഇത്രമാത്രം നിർബന്ധിതനാക്കുന്നത്? SFI പോലും ഇദ്ദേഹത്തിനെതിരെ അവിടെ സമരം ചെയ്തതാണ്. അദ്ദേഹം അവിടെ പാഠപുസ്തകങ്ങൾ സെലക്ട് ചെയ്തപ്പോൾ സംഘപരിവാർ നേതാക്കന്മാരുടെ രചനകൾ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന ആരോപണം ഉണ്ടായിട്ട്
SFI അടക്കം കേരളത്തിലെ മതേതര സമൂഹത്തിലെ എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും ഇദ്ദേഹത്തിനെതിരെ സമരം ചെയ്തതാണ്. അത്തരമൊരു വ്യക്തിയെ ഈ സ്ഥാനത്ത് ഇരുത്തണം എന്ന് ചാൻസലറുടെ എതിർപ്പ് പോലും അവഗണിച്ചുകൊണ്ട്, സാധാരണഗതിയിൽ VC-മാരുടെ ലിസ്റ്റ് അയക്കുമ്പോൾ 2 3 ഓപ്ഷനാണ് ഗവർണർക്ക് അയക്കൽ. അതിൽ നിന്ന് ഗവർണർ ഒന്ന് തിരഞ്ഞെടുക്കലാണ്. അതില്ലാതെ ഏകപക്ഷീയമായ നിലവാരത്തിലേക്ക് പോകുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നത് ഇതാണ് എന്ന് മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈ കാര്യം. എല്ലാ മേഖലകളിലും നടക്കുന്നു, എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നു. തന്നിഷ്ടമാണ്, വിവേചനമാണ്. ഇപ്പോൾ വഖഫ് PSCക്ക് വിടാൻ ധൃതി കാണിച്ച മുഖ്യമന്ത്രിയോ ഈ ഗവൺമെൻറ്റോ യൂണിവേഴ്സിറ്റിയിലെ നിയമനങ്ങൾ PSCക്ക് വിടാൻ താല്പര്യം കാണിക്കുന്നില്ലല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ദിവസം സമരം. 10 15 വർഷമായി അവിടെ സർവീസിലിരിക്കുന്ന ആളുകളെ പിരിച്ചുവിടുകയാണ് രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ. എന്നിട്ട് പുതിയ ആളുകളെ നിയമിക്കുകയാണ്. അപ്പോൾ അത് PSCക്ക് വിടേണ്ട ആവശ്യമില്ല, സ്വന്തക്കാരെ നിയമിക്കാൻ കഴിയും. ഒരു മാനദണ്ഡവും ഇല്ലാതെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് സ്റ്റാഫിൻ്റെ നിയമനമായിരുന്നാലും ഫാക്കൽറ്റി നിയമനമായിരുന്നാലും ഒക്കെ നടക്കുന്നതാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM S സലാം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സർവകലാശാല നിയമന വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് PM S സലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. മറ്റു വാർത്തകൾ നോക്കാം. ടെലിത്തോണിന് തുടക്കം. രാജ്യത്തിന് വാക്സിനേഷൻ സന്ദേശം പകർന്ന് നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിന്റെ ഭാഗമായുള്ള ടെലിത്തോൺ മുംബൈയിൽ തുടങ്ങി. രാജ്യത്തെ വിവിധ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വാക്സിനേഷനെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തിയും ക്യാമ്പുകൾ നടത്തിയുമായിരുന്നു സഞ്ജീവനി ക്യാമ്പയിൻ. ഹോസ്പിറ്റൽ ഗ്രൂപ്പായ അപ്പോളോ 24/7, മുംബൈ ആസ്ഥാനമുള്ള NGO യുണൈറ്റഡ് വേ എന്നിവയും ക്യാമ്പയിനിൽ സഹകരിച്ചു. വിവിധ രംഗങ്ങളിലെ പ്രമുഖരെ അണിനിരത്തിയാണ് മുംബൈയിൽ ടെലിത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. മുംബൈയിൽ നടക്കുന്ന ചടങ്ങുകളുടെ തത്സമയ Ministry of Health. For the Sanjeevani campaign, Union Minister for Health and Family Welfare, Mansukh Mandavia ji, has sent us this very, very special message. Network 18 ने संजीवनी ए शॉर्ट ऑफ लाइफ कार्यक्रम 7 अप्रैल 2021 को अटारी बॉर्डर से शुरू किया था. इसका उद्देश्य ये था कि कोविड-19 वैक्सीन के प्रति लोगों में जागरूकता आए और ज्यादा से ज्यादा लोग वैक्सीन लगवाए. आज मुझे यह बताते हुए गर्व हो रहा है कि भारत में अब तक 131 करोड़ से अधिक वैक्सीन डोज दिए जा चुके हैं. आज सम्मानित हो रहे सभी हेल्थ वर्कर्स को मैं बधाई देता हूं और उनके साथ साथ पूरे देश में कोविड-19 मैनेजमेंट और वैक्सीनेशन में लगे सभी हेल्थ वर्कर्स का अभिनंदन भी करता हूं. हमने सिर्फ 9 महीने में 100 करोड़ से अधिक वैक्सीन लगाने का गौरव हासिल किया है. आज अगर देश ने यह उपलब्धि हासिल की है तो इसमें प्रधानमंत्री श्री नरेंद्र मोदी जी के समर्थ नेतृत्व, विभिन्न स्तर पर सरकार की प्रतिबद्धता, हमारे हेल्थ वर्कर्स के परिश्रम और मीडिया एवं सामाजिक संगठनों द्वारा की गई जागरूकता की प्रमुख भूमिका रही है. मित्रों, जब कोरोना संकट आया तो पूरी दुनिया हैरान थी. किसी को समझ नहीं आ रहा था कि आगे क्या रास्ता होगा, कैसे इस बीमारी को फैलने से रोका जाए, कैसे इस बीमारी से ग्रस्त होने वाले लोगों का इलाज हो, कैसे इसकी वैक्सीन विकसित हो. ये सारी चिंताएं थी. लेकिन प्रधानमंत्री श्री मोदी जी ने दूरदर्शिता दिखाते हुए इसकी तैयारी समय से शुरू कर दी. प्रधानमंत्री जी ने पहले कहा 2 गज दूरी, मास्क है जरूरी. इसके जरिए उन्होंने कोरोना से बचाव के पक्ष पर
लोगों में जागरूकता लाई। प्रधानमंत्री जी के नेतृत्व में कोरोना के मरीजों के इलाज का बेहतर प्रबंधन देश ने देखा। यह प्रधानमंत्री जी की प्रेरणा ही थी कि जितने समय में दुनिया के विकसित देशों ने कोरोना वैक्सीन विकसित की, उतने ही समय में भारत ने भी स्वदेशी कोवैक्सीन विकसित कर ली। हमारे यहां की कंपनी जायकोव डी के रूप में दुनिया की पहली डीएनए आधारित वैक्सीन भी डेवलप कर ली। प्रधानमंत्री जी के नेतृत्व में भारत ने आपदा में आत्मनिर्भरता की राह चुनी। यह मोदी जी के नेतृत्व वाला नया भारत है, जिसने कोरोना वैक्सीन की एक भी डोज आयात नहीं की। हमने अपनी जरूरतों को पूरा किया और अब हम वैक्सीन के मामले में दुनिया की जरूरतों को भी पूरा कर रहे हैं। एक सबसे बड़ी चिंता यह भी थी कि अगर वैक्सीन बन भी जाए तो उसे कैसे लगाया जाए, इसमें एक्शन प्लान क्या होगा। दुनिया का सबसे बड़ा वैक्सीनेशन अभियान हमें चलाना था। हमने कोविन के रूप में ऐसा प्लेटफॉर्म विकसित किया जिसने हमारे पूरे वैक्सीन अभियान का ऐसा मैनेजमेंट किया जो आज पूरी दुनिया में एक मिसाल बन गई है। कोविन के जरिए आज रजिस्ट्रेशन से लेके सर्टिफिकेशन का पूरा प्रोसेस स्मूथ और सिंपल बन गया है। 17 सितंबर को प्रधानमंत्री जी के जन्मदिन के अवसर पर एक दिन में अगर हम 2.5 करोड़ से अधिक वैक्सीन लगा पाए और देश ने एक विश्व रिकॉर्ड बनाया, तो इसमें हमारे कोविन प्लेटफॉर्म, हेल्थ केयर वर्कर्स और देश की जनता की शक्ति का बहुत बड़ा योगदान है। प्रधानमंत्री जी के सबको वैक्सीन मुफ्त वैक्सीन अभियान का कमाल है कि वैक्सीनेशन के मामले में आज दुनिया के विकसित देशों को भी पीछे छोड़ चुका है। आज भारत अपने 85% से अधिक वयस्क लोगों को वैक्सीन की पहली डोज और 54% से यानी आधे से ज्यादा वयस्क आबादी को वैक्सीन के दोनों डोज लगा चुके हैं, यानी उनका पूर्ण वैक्सीनेशन कर चुका है। यह भारत के लिए गौरव का विषय है। अंत में इस कार्यक्रम के माध्यम से सभी को यह कहना चाहूंगा कि कोरोना भी गया नहीं है। ओमिक्रॉन के रूप में नया वेरिएंट आया है, इससे डरना नहीं है, लेकिन लापरवाही भी नहीं करनी है। मास्क, वैक्सीन और कोविड अनुकूल व्यवहार जारी रखना है। जिन लोगों ने वैक्सीन नहीं ली या जिनकी दूसरी डोज बाकी है, उन्हें वैक्सीन लगाने के लिए प्रेरित करना है। एक बार फिर से वैक्सीनेशन को लेकर नेटवर्क 18 की पहल की मैं हार्दिक सराहना करता हूं और उम्मीद करता हूं कि भविष्य में जन स्वास्थ्य के मुद्दे पर नेटवर्क 18 की ओर से ऐसी पहल होती रहेगी। बहुत बहुत धन्यवाद। मनसुख मंडाविया जी, बहुत बहुत धन्यवाद। और ये वादा है नेटवर्क 18 की तरफ से मैं कर रहा हूं, शिरीन कर रही है कि हम जब भी जन कल्याण की कोई मुहिम होगी और खासकर संजीवनी जैसी एक मुहिम होगी, इससे हम हमेशा जुड़ेंगे। अलग अलग पहलू इसके हो सकते हैं पर हमेशा जुड़ेंगे। Let's go back, Shireen. We've got Shyam Srinivasan, CEO and MD Federal Bank, and two other very special guests. Shobhana Kamineni is with us, and the person who's created this tune, which has become a rage on ground across multiple languages. Shankar Mahadevan is with us.
Absolutely. It's great to have you, Shobhana and Shankar, and of course, Mr. Srinivasan. Welcome back. We were just listening to the Minister and the very important milestones that the Minister was talking about in the journey that we've been able to cover so far. But Mr. Srinivasan, let me come back to you now. You know, you've pretty much been part of this journey from the time that we started it. Any specific moments, any specific anecdotes that really highlight the spirit of what Sanjeevani has been? Sure. You know, I remember speaking to Anand just when Shankar was launching the Sanjeevani anthem. One of the questions he had asked me, and you know, what is the standout moment? I just want to recall that moment. The little hair I have. I just want to recall that moment. The little hair I have still stands out when I recall that incident. It was, I think, somewhere in Dakshin, Canada. There was a picture of a dad holding an umbrella and a young child studying in the open, because that's where the network was available. When asked, how come you're standing in the rain and letting your child study? His response apparently was, I'm vaccinated, and it's because of the Sanjeevani program that I got my chance to vaccinate. And that story is really quite special. It had so many nuances to it. One, the dad-daughter relationship. Second, study. Third, that was all possible only because of the vaccination. So I think that had a sort of a telling moment, and that's sort of stuck. And I'm sure there are numerous stories when our colleagues who are going to talk to you later in the day recall. Each one of them will be quite sort of touching moments. But all that happened over this period of time, this is sort of stuck in my head, and it really talks about how the outreach was quite special. And as I bring in Shankar sir, I must say that recently I was here in Mumbai for a shoot, and I had some of the crew who were part of it humming the Marathi version. They were just humming the Marathi version, Shankar sir. So that Lasage, Lasage, they were actually, humming the Marathi version. So we've got the Telugu version, the Marathi version, Punjabi, Hindi version, multiple languages. But Shankar sir, this Tika Laga idea, I have to tell you, tell us the thought behind this. Because when I asked you, you said, Anand, let's do it. You're one of the first to put out a picture to say, I've got my vaccination done. Anand, it's really, I mean, nostalgic, because it's 9 months since we've launched this album, and when we think of how just a few of us, we sat there and we just conceptualized the idea. Initially it was supposed to be Sanjeevani, was supposed to be the hook line of the song. And then we said, no, if you use Sanjeevani is a beautiful musical name, but then we said, let's make it, if you remember, I'm just, recalling those moments, because this is a time when we can, kind of celebrate our anthem, that it has succeeded so much. So then we said, okay, let's have a snappy, very, catchy, piece of lyrics, which is like Tika Laga. Tika Laga is a very musical thing. And then he said, let's use that, and all of y'all were excited, and then we got together. I think, the success of this anthem is not only because, we created it and it's a great anthem. Of course, we're all proud of it. But I think it's the teamwork of you people, News 18, Shyam Srinivasan and Federal Bank, with whom I've been associated for more than like 15 years. Our health ministry, our government. I mean, all of us, we put our energies out there, positive energy, and see to it that when there was a lot of speculation and what is going to happen, no, it's not happening in our country, this, that, and we said we have to make this happen, put that anthem there, not only in one language, multiple languages. And I'm hearing that it's a big hit on ground, and you can hear it everywhere being played. So I'm so happy. And secondly, it's such a special moment because both my sons, Siddharth and Shivam, and Harshdeep Kaur, they have sung. Tanishq has written the lyrics. Honorable moment for me, really, really. And thank you, News 18. Thank you, Federal Bank. Thank you, Shyam. Thank you, Anand, for giving me this opportunity to do something for our country. Yeah, we have to thank you. The anthem is ringing in my ears, Shankar Mahadevan. And this is the perfect moment. Come on, you have to sing a few lines for us here on the program as we commemorate this milestone. Of course. I mean, for a singer, the easiest thing is to sing, and I think on an occasion like this, when we have, what is the exact number of people we have vaccinated? Let's tell our public once again. What is the number?
At 132 crore and counting as of this morning across our country. And as far as the 5 districts, we have helped more than 1 lakh people, encourage them to go get vaccinated across these 5 districts itself. You know, if I'll just recall one more moment. Remember, there was a little apprehension about availability of vaccine when we had done the anthem, and then we changed one line ki jab apni bari aaya tab tika laga. You know, you remember that? And then now cut to, we are here when, 131 crore people are vaccinated, and, all of us, and the solution to this problem is vaccination at the end of the day. So I'm very happy to sing for you this few lines of the song. I wish my kids were also here, we could have sung together, but anyway, I represent them and Harshdeep Kaur. टीका लगा ओ जरा टीका लगा जब अपनी बारी आए टीका लगा ओ जरा टीका लगा ओ जरा टीका 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 लगाया क्या टंग टंग चल हाथ बड़ा और साथ सभी के चल दे एक टीके से बन जाए बात समझ ले परिवार साथ मित्रों को शामिल करके लड़ जाएंगे टीकाकरणों के दम पे ओ ये जो ढाल सी है वो कमाल सी है संजीवनी आई यहाँ टीका लगा ओ जरा टीका लगा ओ जब अपनी ही बारी आए टीका लगा ओ जरा टीका लगा ओ जरा टीका 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 लगाया क्या कर अपना भला अपनों का भी होने दे जब टीका हो भारत के हर कोने में सब ठीक ठाक हो जाएगा जल्दी से लड़ जाएंगे टीकाकरणों के दम पे इतना करोगे तब ही कहोगे आजाद ये होगा जहां टीका लगा ओ जरा टीका लगा ओ जरा टीका 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 लगवा ले चुभन जरा सहले सहले तू सबसे ये कह दे है जनहित में जारी बिनती क्या डरना हो निडर टीका लगा ओ जरा टीका लगा जरा टीका 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 लगा जरा സഞ്ജീവനി ടെലിത്തോൺ തുടർന്നു ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരം പോത്തൻകോട്ടെ സുധീഷിനെ വെട്ടിക്കൊന്ന കേസിൽ 2 പേർ കൂടി കസ്റ്റഡിയിലായി. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 3 ക്രിമിനൽ സംഘം ഒളിത്താവളമായി ഗ്രാമപ്രദേശങ്ങളെ ആശ്രയിക്കുന്നുവെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രി GR അനിൽ പറഞ്ഞു. ലഹരി മാഫിയയുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും അക്രമം രൂക്ഷമായ പ്രദേശങ്ങളിൽ പോലീസ് ജാഗ്രതയോടെ ഇടപെടണമെന്നും മന്ത്രി പറഞ്ഞു. പോലീസ് കൃത്യമായി നടത്തും. കേരളത്തിലെ പോലീസിന് അതിനെല്ലാം നല്ല സാമർഥ്യമുള്ളവരാണ്. അറസ്റ്റ് നടക്കുകയും ഇവിടെ ഏത് സംഭവം നടന്നാലും കൃത്യമായി ശിക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യും. പക്ഷേ അതല്ല വിഷയം. നമ്മുടെ പരിസരത്ത് ഇത്തരം സംഭവങ്ങൾ നടത്താനുള്ള ഒരു ധൈര്യം ഈ ക്രിമിനലുകൾക്ക് നാട്ടുമുറങ്ങളിൽ ഇറങ്ങി നടന്ന് ഇതെല്ലാം കാണിക്കാനും ആഘോഷിക്കാനും തിരിച്ച് കൊല്ലപ്പെട്ട ആളിന്റെ കാല് ഉയർത്തിക്കാട്ടി പ്രകടനം നടത്തി പോകാനും ഒക്കെ കഴിയുന്ന തരത്തിലേക്ക് ഒരു ധൈര്യം അവർക്കുണ്ടാകുന്നത് അവിടെയാണ് നമ്മൾ ഗൗരവമായി കാണേണ്ട വിഷയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസിന്റെ ജാഗ്രതയോടുകൂടിയ ഇടപെടലുകൾ
വരും ദിവസങ്ങളിലും ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാകണം. ഇവരെ റൂമിലാണ് ആദ്യം ചെന്ന് പൊട്ടിച്ചിട്ട് ചോദിച്ച സുധീഷ് ഉണ്ടോടാന്ന് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു ഞാനും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നേരെ ഇപ്പുറത്തെ റൂമിൽ വന്ന് കൊട്ടം വിളിക്കുകയും ചെയ്തു. ഇവര് കിടന്ന് ഭയങ്കര വിളിയും കൊച്ചുങ്ങളെല്ലാം കൂടെ വിളിക്കുന്നതായിട്ട് ആ ചേട്ടൻ കഥ തുറന്ന് ഇറങ്ങി അങ്ങനെ വെട്ടിയെന്നാണ്. സുധീഷ് എടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എന്റെ വീട് തകർക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ കാല് പിടിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പൊ നോക്കിയപ്പോ ഇപ്പുറത്തെ ഡോർ അടിച്ച് തകർത്താവൻ ആ സ്പോട്ടിൽ തന്നെ അവനെ വെട്ടും ഇതൊക്കെ ആയി. വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുന്നു. ഇനി എത്ര പേർ കൂടിയാണ് അറസ്റ്റിലാവാനുള്ളത്? ഏത് ഘട്ടത്തിലായി അന്വേഷണം? 3 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ പേർ കസ്റ്റഡിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും റൂറൽ എസ്.പി സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ അന്വേഷണം നടക്കുന്നു എന്നതാണ് എന്റെ പ്രത്യേകത. ഇന്നലെ അറസ്റ്റിലായവരിൽ പ്രധാനി ഈ കേസിൽ അക്രമി സംഘം എത്തിയ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ രഞ്ജിത്താണ്. രഞ്ജിത്ത് നൽകിയ മൊഴി പ്രകാരം തനിക്ക് കേസിൽ നേരിട്ട് ബന്ധമില്ലെന്നും ഓട്ടം വിളിച്ചപ്പോൾ പോയി എന്നതാണ്. പക്ഷേ CCTV ദൃശ്യപ്രകാരം തന്നെ രഞ്ജിത്ത് ഈ ഓട്ടോറിക്ഷയിൽ അവിടെ എത്തുന്നതെന്നും ഒപ്പം തന്നെ ഈ ഓട്ടോറിക്ഷയിൽ നിന്നും ആയുധങ്ങൾ പുറത്തെടുക്കുന്നതിന്റെയും പിന്നീട് തിരികെ വെക്കുന്നതും അടക്കമുള്ള CCTV ദൃശ്യങ്ങളിലൂടെ ഇത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുക്കുന്നത്. മംഗലപുരം പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ കേസ് അന്വേഷിക്കുന്ന റൂറൽ എസ്.പി PK മധുവിന്റെ പ്രതികരണം അല്പസമയത്തിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കേസിന്റെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച കൂടുതൽ വ്യക്തത നമുക്ക് കൈവരും. എന്തായാലും നാടിനെ നടുക്കിയ ഒരു കൊലപാതകമാണ്, അത്ര കണ്ട് ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത്. ഈ കേസിൽ കൂടുതൽ ലഹരി ഗുണ്ടാ മാഫിയയുടെ ബന്ധം ഉണ്ട് എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. കാര്യങ്ങളിലൊക്കെ അല്പസമയത്തിൽ തന്നെ വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 3 പേരാണ് കസ്റ്റഡിയിലുള്ളത്. കൂടുതൽ പേർ കസ്റ്റഡിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. 12 പേർ ഈ കേസിൽ ഉൾപ്പെട്ടു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടി ജി സജിത്താണ് വിവരങ്ങൾ. ഏതായാലും 3 പേർ കസ്റ്റഡിയിലുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. കൂടുതൽ പേരും കസ്റ്റഡിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മന്ത്രി GR അനിൽ തന്നെ നേരിട്ട് സംഭവസ്ഥലം സന്ദർശിക്കുകയുണ്ടായി. വളരെ ഗൗരവമായിട്ടാണ് ഈ കേസ് അന്വേഷണം നടക്കുന്നതെന്ന് മന്ത്രിയും പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടി നടന്ന സുധീഷിന്റെ കൊലപാതകത്തിൽ പോലീസ് വളരെ നല്ല രീതിയിൽ മുന്നേറുകയാണ്. അതിൽ 1-2 പ്രതികളെ പറ്റിയുള്ള സൂചനകളെല്ലാം ഇന്നലെ നിങ്ങൾക്ക് തന്നിരുന്നതാണ്. ബാക്കി കൂടെയുള്ള അസോസിയേറ്റ്സിനെ സംബന്ധിച്ചും അവരിപ്പോൾ നിലവിൽ എവിടെ ഉണ്ടെന്ന് സംബന്ധിച്ച് നമ്മൾ പോലീസ് വിവിധ ടീമുകളായി തിരഞ്ഞ് അവർ പോകാനുള്ള ഇടയുള്ള സ്ഥലങ്ങളും അവരുടെ കൂട്ടുകാരെയൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതികളെ പറ്റിയുള്ള വ്യക്തമായ സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ താമസമില്ലാതെ തന്നെ കുറച്ചുപേരെങ്കിലും നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എന്താണ് അവസ്ഥ കേസിന്റെ? അതായത് ആരെങ്കിലും കസ്റ്റഡിയിലുണ്ടോ, അറസ്റ്റിലുണ്ടോ? ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ? നിലവിൽ നമുക്ക് ആക്രമണമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പറ്റിയുള്ള സൂചനയെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ അസോസിയേറ്റ്സ്, പഴയ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയും പലരെയും ഞങ്ങൾ വിളിച്ചു വരുത്തി വെരിഫൈ ചെയ്യുന്നുണ്ട്, വിടുന്നുണ്ട്. പലരും നിരീക്ഷണത്തിലുണ്ട്. എന്നാൽ അറസ്റ്റിലേക്ക് കടക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഇതുവരെയും ആയിട്ടില്ല. ഈ പ്രധാന പ്രതി ഉൾപ്പെടെ ഇന്നലെ ഉച്ചയ്ക്ക് 2:30 സംഭവിച്ച ഒരു സംഭവത്തിൽ ഇപ്പോൾ 24 മണിക്കൂർ ആവുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? കാരണം ഇവരെല്ലാം ഈ മരണപ്പെട്ടയാളും അതുപോലെ ഈ പ്രതികളായി സംശയിക്കപ്പെടുന്ന ആൾക്കാരെല്ലാം നിരന്തരമായി സ്ഥിരമായി ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തു വരുന്ന ക്രിമിനൽ കുറ്റവാളികൾ തന്നെയാണ്. അവർ പെട്ടെന്ന് അവരെ പിടിക്കുക എന്ന് പറയുന്നാൽ അവർക്കറിയാം പോലീസ് പുറകെ ചെന്ന് പിടിക്കുമെന്നുള്ള അറിയാമെന്നുള്ളതുകൊണ്ട് അവരിപ്പോൾ തൽക്കാലം മാറി നിൽക്കുകയാണെന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ കൊലപാതകം നടത്തിയ ആള് തന്നെ നേരത്തെ ഒരു കേസിൽ പ്രതിയാണ്, ഒളിച്ചു താമസിക്കണം. ഈ ഒളിവ് സംഖ്യാതം മറ്റവർ കണ്ടെത്തുന്നത് പോലീസ് നമ്മുടെ ഒരു സാഹചര്യമാണ്. പക്ഷെ അവരെ കാണുകയും ഗുണ്ടാ സംഘം ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു ഗൗരവമായ ഒരു സംഭവം കൂടിയാണ്. തീർത്തും ഒരു ദാരുണമായ സംഭവമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ അതിന്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചുള്ള എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാന്നുള്ളതാണ് ആ കർത്തവ്യം ഞങ്ങൾ നിറവേറ്റുന്നതായിരിക്കും. ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്നത്? ഈ കൊല നടത്തുകയും കാലുകൾ വെട്ടിയെടുക്കുകയും അത് അക്രോസിച്ച് ബൈക്കിൽ കൊണ്ടേ വലിച്ചെറിയുക, അങ്ങനെയുള്ള സംഭവം സമീപകാലത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധം അങ്ങനത്തെ സംശയങ്ങളുണ്ടോ? വേറെ ഇല്ല. ഇത് വ്യക്തിപരമായ കുടിപ്പക എന്നുള്ള നിലയിൽ ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുള്ള സൂചനകളുള്ളൂ. ഗുണ്ടാപ്പക തന്നെയാണ്. ഗുണ്ടാപ്പക തന്നെയാണ്.
ഇപ്പൊ ഈ കസ്റ്റഡിയിൽ എടുത്തവർക്ക് ഈ കൊലപാതകം നേരിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ? അത് ഞങ്ങൾ അവരെ അത് ചോദിച്ച് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. പലരും ഉണ്ട്. പലരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. സംശയമില്ലാത്തവരെ പറഞ്ഞു വിട്ടയക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാരെ വീണ്ടും വിളിക്കുന്നുണ്ട്. 12 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഏറെക്കുറെ നല്ല സൂചന ഉണ്ട്. ഇവര് ഈ ജില്ല വിടാനോ ഒക്കെയുള്ള സാധ്യത പറഞ്ഞല്ലോ, പല ടീമുകളായിട്ട് പോലീസ് ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട് പല രീതിയിൽ. അതിപ്പോ അതിനെപ്പറ്റിയൊന്നും ഇപ്പം ഞാൻ തുടക്കത്തിൽ ഇത് വ്യക്തമാക്കുന്നില്ല. പ്രതികളുടെ സാന്നിധ്യത്തെ പറ്റിയുള്ള വ്യക്തമായ സൂചന ഞങ്ങളുടെ കൈവശമുണ്ട്. അന്വേഷണം ഇപ്പം ജില്ലയിൽ നിന്നുള്ള ജില്ലാ പോലീസ് മേധാവി എന്നുള്ള എന്റെ നേതൃത്വത്തിൽ നമുക്ക് ജില്ലയിലെ എല്ലാ ഡിവൈഎസ്പിമാരും ഉണ്ട്. നെടുമങ്ങാട് ASP ഉണ്ട്, സബ് ഡിവിഷണൽ ഡിവൈഎസ്പിമാരുണ്ട്, അഡീഷണൽ SP ബിജുമോനുണ്ട്. അങ്ങനെ വിവിധ ടീമുകളായിട്ട്, അത് കേസ് അന്വേഷണത്തിന് പ്രത്യേക ടീമുണ്ട്, പ്രതികളെ ചോദ്യം ചെയ്യാൻ പ്രത്യേക ടീമുണ്ട്, സൈബർ വിഭാഗം അന്വേഷണ ടീമുണ്ട്, ദൂരസ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ടീമുകളുണ്ട്, വരുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാനൊക്കെ പ്രത്യേക പല ടീമുകളായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 10-11 ആൾക്കാർ എന്നാണ് നമുക്കിപ്പോൾ പറയാം. 10. അല്ല, ഇവര് തമ്മിൽ ബന്ധപ്പെട്ട ഒരു കേസ് നമുക്ക് ഒരാഴ്ച മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഈ മരണപ്പെട്ട ആൾ ആ കേസിലേക്ക് അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്ന ആളാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന 4 പ്രതികളെ അതോടൊപ്പം അറസ്റ്റ് ചെയ്തിരുന്നതാണ്. എന്ന് മാത്രമല്ല, അതാണ് ഇപ്പോഴത്തെ പ്രധാന ഒരു കാരണമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അവരെ ഈ ഉപയോഗിച്ചത് ബോംബാണോ അതോ സാധാരണ ഇതാണോ? ഇതുവരെയും ബോംബ് ഉപയോഗിച്ചായിട്ട് നമ്മുടെ അന്വേഷണത്തിലൊന്നും വ്യക്തമായിട്ടില്ല. ഈ അവിടെ ഒളിച്ചു താമസിക്കുകയായിരുന്നു. ആ വീട്ടിലാണോ ഒളിച്ചു താമസിച്ചത്? സജീവിന്റെയൊക്കെ വീട്ടിലാണോ ഒളിച്ചു താമസിച്ചിരുന്നത്? എന്താണ് പോലീസിന് കിട്ടുന്ന ഒരു വിവരം? അതോ അവിടെയുള്ള ഒരു പണയിലോ എന്തെങ്കിലും ഒളിച്ചു താമസിക്കുന്നത്? അല്ല, അതിനെപ്പറ്റി നമ്മളിപ്പം വ്യക്തമായിട്ട് നമ്മൾ ഒന്നും പറയുന്നില്ല. കാരണം കുറെ ദിവസങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നല്ല. ഏതായാലും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ താമസിച്ചു വന്നിരുന്ന കോളേജിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് സംസാരിക്കുക. വീണ്ടും ഇടവേള. സഞ്ജീവനി ടെലിത്തോൺ തുടരുകയാണ് തത്സമയത്തിൽ. They are now saying, "Aiye, khana kha ke jaiye." How's the feeling? And tell us, share with our viewers. Right now we are live. Tell us how easy, difficult it was on ground. So, from all our experience working with communities across these years, we know this for sure. For any strategy or any intervention to succeed, the community buy-in is critically important. And for that, for any intervention, you need to have allies, you need to have supporters, you need to have influencers, you need to have support. You need community faces to come in. Initially, of course, it was very difficult, but over the period of time, we've got phenomenal amount of support from the district administration, sarpanches, ASHA workers, Anganwadi workers, community influencers, elders in the community. And the project strategies had to evolve continuously, but today it's a lot of interesting insights, of course, and it had to continuously evolve. But yes, it's today we are most welcome in every household, and it's one thing I do want to convey to everybody else, that when our Sanjeevani champions are able to help facilitate a person with a disability or elderly or somebody who's excluded,
they give their blessings. Yeah. It comes to the person in front of them, but it's the rightful owners of those blessings is all of us. Yeah. Just from the donors to the teams on the ground, everybody who supported the campaign. You know, you're absolutely right when you said that it's important to get the buy-in of the entire community to make this a sustainable campaign. What were the big myths, the big misconceptions that you had to deal with and you had to combat? So when we talk about vaccine hesitancy, it's again been surprisingly evolving. Initially, of course, there were all kinds of myths, rumors, the source of information was unknown, there was fear. But you will be surprised to know that vaccine hesitancy still exists, but in a different form. It's the first dose people took, there was a side effect. Now people are a little reluctant to go for the second dose because of that side effect. And then, of course, we are Indians, the general fatality. होना है तो होगा और it is inconvenience. Yeah. And also there is nowadays, because the caseload has come down, the complacency also comes in. तो कोरोना गया, वैक्सीन क्यों लगा? तो मेरे यहाँ पे आजू बाजू. So it is a continuously evolving thing. It's an individual and community based thing. But yes, the kinds of myths. Which was the most outlandish one? The one which shocked you also? कोई एक दो तो रहेगा which you'll never forget. So when it comes to astrology, then that becomes a completely new ball game. Then the stars have to align for me to even get consider vaccinated. अच्छा मुहूर्त नहीं आया. अच्छा. That is like so outlandish out there. So there are many. Come back on a specific date, is it? Were you told? So there is a certain people, individuals who follow a certain way, and it is not time yet, according to the charts. हाँ, कि पंचांग के हिसाब से अभी मेरा मुहूर्त निकला नहीं है, ऐसा कुछ नहीं है. जब चांस मिले, जाओ टीका लगाओ, पूरा टीका लगाओ. That's what we are saying, George. Absolutely. Well, thanks so much, and we wish you and your team the very best of luck. We are going to be joined by a whole host of people through the course of this afternoon, Anand. It is afternoon now, isn't it? Yes, it is. It is afternoon. We've got Anupam Sibal, the Group Medical Director of Apollo Hospitals, with us as well. Dr. Sibal, what a pleasure. Thanks so much. It's great to see you back again here on the Sanjeevani platform. You know, my very first question to you, we are in the midst of dealing with the Omicron scare and the Omicron challenge. The data is not conclusive yet on whether this is going to lead to more severity of the disease. It is more transmissible, at least that is indicated. But should healthcare workers at least be given the booster dose or not? Should everybody take the booster dose or not? That decision has not been made by the government. But what's your feeling? What's your take on this? Dr. Sibal, unmute yourself. Unmute yourself. That's the catchphrase of this year. I'm so sorry. Hi Shireen, hi Anand. It's such a pleasure being with you on this show. You guys have done an amazing job. It's been a fantastic 9-month journey. You rightly summarized it, Shireen. At this point in time, we know little more than we had hoped that we would know. But hopefully in the next few days or so, we will get more data. One thing is very clear, that it is more transmissible, and because it's more transmissible, we will see more cases. And I don't think it can be contained. It's going to spread. The good news so far is that it doesn't produce severe manifestations. It doesn't produce hospitalization, ICU need and death, which is positive. The tools that we have are, of course, COVID avoidance behavior and vaccination. And I think vaccination is something that each one of us is going to have to rely on. Clearly, it's going to have to be graded. First, it's going to be, healthcare workers, the workers at the forefront, then those with comorbidities, and then everyone else. I think it's going to be a rehash of what we did last year. Earlier this year in January when the program started. Kids, again, I think vaccination for kids is important and it's going to be needed. And again, we'll have to start with kids with comorbidities, those with cancer, liver failure, kidney failure, and so on and so forth, and then go on to healthy kids. So one thing is very, very clear, that we are going to require a booster. And hopefully that will push up our ability to fight this infection should we get the exposure to the Omicron. And for all we know, there might be another variant of concern that will emerge in the coming months. True, and the ICMR says that after 9 months, if it's a period of 9 months, then you should consider booster. Till 9 months, you don't. Most health workers have covered that period of time.
And I must say that Apollo was also one of the first to show the impact of vaccination on healthcare workers itself, because they segregated those groups who were tending to COVID patients, and then they came out and said that there is a big difference in what happens with those who are vaccinated and those who are not. Ashutosh ji, I have to thank you, but before we say thank you to George Aikara, Dr. Anupam, he is with United Way Mumbai, and he says one of the most outlandish bahanas that he heard was कि अभी मेरा मुहूर्त नहीं आया, as per the astrological calendar, Panchak. So let me ask you, what was the most outlandish bahana that you have heard, or perhaps the most ridiculous reason why somebody did not want to get vaccinated? And what did you tell them? Yeah, so people feel कि मुझे तो होगा नहीं. I'm a very healthy person. You see, I have, when this whole thing started about comorbidities and AIDS, so a 40-year-old would say, I am absolutely fit and fine. I won't need it. And laga lunga when you talk about it, acha kal and kal and kal. But I think what really happened was that the second wave got everyone concerned. And I think it is, it goes to the credit of campaigns like you ran, where we were able to build traction and awareness that really this is the way forward. And, you talked about our data. We did, present a paper. We looked at 28,000 healthcare workers who got the vaccines. And we found that even with the Delta variant, during the second wave, no more than 5% of our healthcare workforce was infected. And in fact, the need for ICU care was 0.28%. And not a single healthcare worker died. So clearly, I think that was very solid evidence to make a case for vaccinating. And I think a lot of people, we shared that data and said, listen, healthcare workers who get exposed to infection, who are more at risk, are being protected. Why would you not take the vaccine? No side effects, nothing to worry about. What are you worried about? All these myths that this will happen to my immune system and that and so on and so forth. We tried and bust those myths with data. And I think we're happy to see, and this, in fact, gratifying to see that as a country, we are becoming more and more focused now on data-based decisions, and that's really very positive. Well, absolutely, and hopefully the data will emerge, and on that basis, we will take a call on whether a booster strategy is going to be part of the inoculation program or not. We await those details and that decision. But Dr. Sibal, from all of us here, to you and your team at Apollo, and of course healthcare workers across the country, a big salute, a big thank you, so much gratitude for the fact that you've been there on the front lines day after day through the course of the pandemic, putting your lives at risk, putting the lives of your loved ones at risk, and keeping all of us safe. So once again, from all of us here at Network 18, we thank you from the bottom of our hearts for the work that you've done. Thank you very much, Dr. Sibal, as always, for joining us. And thank you, Dr. George Aikra. George, thank you very much. Thank you. Bye-bye. And as George makes his way out, imagine those who actually stepped out when everybody was asked to stay at home. These were people, ladies and gentlemen, who in the toughest of conditions have gone ahead and done their duty because of their commitment to society. Vaccinating in the Thar desert, कोई आसान काम नहीं है इतनी दुबड़ गर्मी में, और वो भी अपने घर परिवार को छोड़कर बाहर जाना. This is perhaps one of the toughest achievements where anywhere in the world, auxiliary nurses and midwives, ANMs, here walking several kilometers on sand dunes, jalti hui reet par, to reach homes to vaccinate people. These are our Sanjeevani champions, Anita ji and Renu ji, ANMs posted on the border with India and Pakistan. Have a look at their story. The Thar Desert, one of the most inhospitable landscapes on earth. The heat, oppressive. The terrain, unforgiving. But for 32-year-old Renu, there was just no stopping. An auxiliary nurse midwife or ANM, she's among Rajasthan's frontline health workers, vaccinating people against COVID-19. सर पूरी परेशानी झेलनी पड़ती है, पैदल चलना पड़ता है, रेगिस्तान में गाड़ियों में घर घर घूमना पड़ता है, लोगों को मोटिवेट करना पड़ता है, समझाना पड़ता है, तब जाके वो कोविड का वैक्सीन लेते हैं. 12 kilometers away in Pochena village, another ANM, Anita Sharma, off to inoculate people against the deadly disease. लेडीज तो लगभग अनपढ़ ही हैं, फिर वो समझती नहीं है कि वैक्सीन लगवानी है, वैक्सीन के लिए बड़ी मुश्किल से उनको मनाना पड़ता है. For going beyond the call of duty, Sanjeevani salutes their dedication. They are our Sanjeevani champions. हमें ANM में हमें ये काम तो करना ही है, लोगों को जागरूक करना है, 100% वैक्सीनेशन भी कराना है. सर हम कुछ ऐसे प्रयास करें जिससे कि मतलब किसी का भला हो सके, कुछ ऐसा करें देश के लिए.
സഞ്ജീവനി ടെലിത്തോണിന്റെ തത്സമയ സംരക്ഷണമാണ് കണ്ട് വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.